ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുവാൻ വനംവകുപ്പ് വിവിധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇരകളെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകരമായ ശബ്ദം പുറപ്പെടുവിച്ചാണ് ദേവികുളം RRT സംഘം കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നത്. ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്ന് RRT സംഘാംഗങ്ങൾ തന്നെ പറയുന്നു. ഇരയെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകമായ ശബ്ദമാണിത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഈ ശബ്ദം പുറപ്പെടുവിച്ച് തിരികെ വനത്തിലേക്ക് തുരത്തുന്ന പ്രതിരോധ മാർഗമാണിപ്പോൾ ദേവികുളം RRT സംഘം അവലംബിക്കുന്നത്. ഇരത്തിടുന്ന കടുവയുടെ ശബ്ദം ആനകൾ ഭയപ്പെടുന്നുവെന്നും ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്നും RRT സംഘാംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ റോഡ് സൈഡിൽ ആന ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ അപ്പം തന്നെ അത് മൂവ് ചെയ്തു. ഇതിനു മുമ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറവായിരുന്നു. ഈ KDCP കമ്പനിയുടെ സഹകരണത്തോടു കൂടി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് ഈ ഇടയ്ക്ക് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ കടുവ ഒരു മൃഗത്തിനെ കാട്ടിൽ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുള്ള കൂട്ടം കേൾക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജനവാസ മേഖലകളിൽ പതിവായെന്നോണം കാട്ടാനിറങ്ങുന്ന പ്രദേശമാണ് മൂന്നാറും പരിസര പ്രദേശങ്ങളും. ഇവിടെ RRT സംഘം അക്ഷീണം കാട്ടാനകളെ തുരത്താൻ ജോലിയെടുക്കേണ്ടതായുണ്ട്. പടക്കം പൊട്ടിച്ചുള്ള പ്രതിരോധ മാർഗമാണ് RRT സംഘം പ്രധാനമായി അവലംബിക്കുന്നത്. ഈ സമയം ആനകൾ കൂടുതൽ പ്രകോപിതമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കടുവയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഇതിനുള്ള സാധ്യത കുറയ്ക്കാമെന്നതിനൊപ്പം ദിവസവും പടക്കം വാങ്ങുന്നതിനായി വരുന്ന പണച്ചിലവും RRTക്ക് ഒഴിവാക്കാനാവും. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.